മെയിൻലി ഡീൽസ് വിത്ത് ദി ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതിന്റെ ഇക്വേഷൻ നമുക്ക് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് ടു. ഈ കണ്ടീഷൻ വരുന്നത് വെൻ ബോത്ത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ വേരിയബിൾസ്. അതായത് പ്രഷറും ടെമ്പറേച്ചർ രണ്ടും മാറുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഗിബ്സ് ഫേസ് റൂൾ പറയുന്നത്? എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് ടു ഓർ എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് വൺ വെൻ ഒൺലി ടെമ്പറേച്ചർ ഈസ് എ വേരിയബിൾ. ഓർ നമുക്ക് എന്ത് പറയാം? പ്രഷർ ഈസ് ഫിക്സ്ഡ്. അപ്പൊ പ്രഷർ ഫിക്സ്ഡ് ആണെങ്കിൽ ഒരു വേരിയബിൾ കുറഞ്ഞു. അപ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതെല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വെച്ചിട്ട് അതിനെ മാറ്റുവാണെങ്കിൽ അവിടെ പ്രഷർ എന്താണ്? ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? എഫ് ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് വൺ. ഇനി അടുത്ത് നമ്മൾ ഇതിലെ കോമ്പണൻസ് മനസ്സിലാക്കുക. എഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എത്ര വേരിയബിൾസിന് നമുക്ക് എത്ര ഫ്രീഡം അവിടെ നമുക്കുണ്ട്, ഏതൊക്കെ പാരാമീറ്റർ മാറിയാൽ ഏതൊക്കെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോമ്പോണൻസ്. നമ്മളിപ്പോൾ ലെഡ് ടിൻ ഡയഗ്രാം ആണെങ്കിൽ അവിടെ എത്ര കോമ്പോണൻസ് ഉണ്ട്? ലെഡും ഉണ്ട്, ടിന്നും ഉണ്ട്. അപ്പൊ രണ്ട് കോമ്പോണൻറ്റ് സിസ്റ്റം ആണ്. 2 കോമ്പോണൻറ്റ് സിസ്റ്റം ഓർ എ ബൈനറി കോമ്പോണൻറ്റ് സിസ്റ്റം. കോപ്പർ നിക്കലും നമുക്ക് എന്താണ്? 2 കോമ്പോണൻറ്റ് സിസ്റ്റം ഓർ എ കോപ്പർ നിക്കലും 2 കോമ്പോണൻറ്റ് സിസ്റ്റം ആയിരുന്നു. ആൻഡ് PbSn ഡയഗ്രാം, PbSn അലോയും നമുക്ക് എന്താണ്? 2 കോമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു ബൈനറി സിസ്റ്റം ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് കുറേ വേരിയബിൾസ് ഉണ്ട്. നമുക്ക് പ്രഷർ വേരിയബിൾ ആണ്, ടെമ്പറേച്ചർ നമുക്ക് വേരിയബിൾ ആണ്, CL വേരിയബിൾ ആണ്, അതായത് കോമ്പോസിഷൻ ഓഫ് ലിക്വിഡ്. പിന്നെ C ആൽഫ, ഇപ്പം PbSന്റെ കേസ് പറഞ്ഞാൽ C ആൽഫ മാറ്റാം, C ബീറ്റ ഇവിടെ മാറ്റാം. അങ്ങനെ ഇതെല്ലാം നമുക്ക് വേരിയബിൾസ് ആണ്. വേരിയബിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് ആണ് ഈ പറയുന്ന ഇതെല്ലാം. അപ്പൊ ഈ എത്ര വേരിയബിൾസ് ഉണ്ട്? അപ്പൊ ഓൾവേസ് ഡിഗ്രി ഓഫ് ഫ്രീഡം എഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. അതായത് നമുക്ക് പല വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളിൽ എല്ലാം ഫിക്സ്ഡ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പൊ നമുക്ക് മാറ്റാനായിട്ട് ഇതിൽ എല്ലാ വേരിയബിൾസും നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് അത്രയും നമ്പർ ഓഫ് എന്ത് കിട്ടും? എഫ്, ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടും. ഇപ്പം ഇതിൽ മാറ്റാൻ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? എല്ലാം, അതായത് എത്ര പാരാമീറ്റർ, ഇപ്പൊ ഇവിടെ 1 2 3 4 5 പാരാമീറ്റർ മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ഫ്രീഡം നമുക്ക് എത്ര എണ്ണം മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്? അവിടെ വേണമെങ്കിൽ 5 എണ്ണം മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ ഇതിലൊരു 3 എണ്ണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 എണ്ണം നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡവും നമ്മുടെ നമ്പർ ഓഫ് വേരിയബിൾസും കൂടുള്ള റിലേഷൻ. ഓക്കെ, ഇനി നമുക്കിത് ഗിബ്സ് ഫേസ് റൂൾ നമുക്കൊരു PbSn ഡയഗ്രത്തിലോട്ടൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന പോയിന്റ് കേസ് 1 നമ്മൾ എടുക്കുന്നത് ഇൻ ലിക്വിഡ് റീജിയൻ ആണ്. ഓക്കെ, ഇപ്പൊ ലിക്വിഡ് റീജിയനിൽ നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ എത്ര കോമ്പോണന്റ് ആണ്? ഒരു 2 കോമ്പോണന്റ് സിസ്റ്റം ആണ്. PBയും ഉണ്ട്, SNഉം ഉണ്ട്. 1 ഫേസ് ആണ്, സിംഗിൾ ഫേസിലാണ് ഇരിക്കുന്നത്. പ്രഷർ ഫിക്സ്ഡ് ആണ്. അപ്പം നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? ഗിബ്സ് ഫേസ് റൂൾ വെച്ചിട്ട് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1 അല്ലേ? കമ്പോണൻസ് എത്രയാണ്? 2. ഫേസ് എത്രയാണ്? 1 പ്ലസ് 1 ഓർ ഈക്വൽ ടു 2. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ എത്രയാണ്? 2 ആണ്. അതായത് നമുക്ക് എന്തൊക്കെ മാറ്റാം? ലിക്വിഡിന്റെ കോമ്പോസിഷനും മാറ്റാം, ടെമ്പറേച്ചറും മാറ്റാം. ഇത് 2 വേരിയബിൾസും വി ക്യാൻ ചേഞ്ച് അല്ലേ? ഓർ നമുക്കിപ്പം ഇത് 2 ഫ്രീഡം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ലിക്വിഡിന്റെ പോയിന്റ് ഇവിടെയാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഏതൊക്കെ വേരിയബിൾസ് വേണം? CL ആൻഡ് T നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഈ പോയിന്റ് ഇവിടെയാണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റൂ. വെറുതെ ലിക്വിഡിൽ ഇരിക്കുന്ന ഒരു പൊസിഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് ഈ ഒരു PbSn ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്കിത് മാർക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് ടു നോ 2 വേരിയബിൾസ്. ഏതൊക്കെയാണ്? കോമ്പോസിഷൻ ഓഫ് ദി ലിക്വിഡും അവിടുത്തെ ടെമ്പറേച്ചറും അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ടെമ്പറേച്ചർ ഇതാണെന്ന് അറിയാം, കോമ്പോസിഷൻ ഇവിടെയാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് കേസ് 1. ഇനി അടുത്ത നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 നമുക്ക് എവിടെ എടുക്കാം? L പ്ലസ് ആൽഫയിൽ എടുക്കാം. ലിക്വിഡ് പ്ലസ് ആൽഫ റീജിയനിൽ ഒരു പോയിന്റ് എടുക്കാം. ഇവിടെയാണ് നമ്മൾ എടുക്കുന്നത്. അവിടുത്തെ കോമ്പോണൻസ് ഏതൊക്കെയാണ്? നമ്പർ ഓഫ് കോമ്പോണൻസ് PB ആൻഡ് SN. സോ അതിന്റെ വാല്യൂ എത്രയാണ്? 2. ഫേസസ് അവിടെ എത്രയൊക്കെയാണ്?
നേരത്തെ നമ്മൾ എടുത്തതിൽ നമുക്ക് എന്ത് ഫേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ലിക്വിഡ് ഫേസ്. ഇവിടെ നമുക്ക് എല്ലും ഉണ്ട് ആൽഫയും ഉണ്ട്. അപ്പം എൽ ആൻഡ് ആൽഫ ഉള്ളത് കൊണ്ട് ഇവിടെ എത്ര ഫേസസ് ഉണ്ട്? 2. പി പ്രഷർ ഫിക്സ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? നമ്പർ ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1. അപ്പോൾ എന്ത് വരും? കോമ്പണൻസ് 2 മൈനസ് 2 പ്ലസ് 1 ഓർ ഈക്വൽ ടു 1. ഇവിടെ ഇപ്പം നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? സി എൽ ഉണ്ട്, സി ആൽഫ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഐദർ ഏതിന്റെ വാല്യൂ മതി? സി എല്ലോ ആൽഫയോ ടിയോ. പറ്റിയ ടെമ്പറേച്ചർ ഒരു എമൗണ്ട് പറയുവാണെങ്കിൽ നമുക്ക് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. ബാക്കി 2 പോയിന്റ് നമുക്ക് ഏതാണ്? യൂസിങ് ടൈ ലൈൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ആ ലൈൻ വെച്ച് നമുക്ക് ബാക്കി എല്ലാം കണ്ടുപിടിക്കാം. ഇവിടെ ഒരു പാരാമീറ്റർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഫ്രീഡം ഉള്ളൂ? വേരിയിങ് ആക്കാനുള്ള ഫ്രീഡം ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസൈഡ് ദിസ് റീജിയൺ എൽ പ്ലസ് ആൽഫയ്ക്കകത്തുള്ള കണ്ടീഷൻ. ഓക്കെ, നമ്മുടെ കേസ് 3 നോക്കാം. കേസ് 3 നമുക്ക് യുട്ടെറ്റിക്കിൽ തന്നെ നോക്കാം. യുട്ടെറ്റിക് എന്ന് പറയുന്ന നമ്മുടെ പോയിന്റ്, ഈ ഒരു പോയിന്റ്. ഓക്കെ, അവിടെ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും സിറ്റുവേഷൻ? നമ്പർ ഓഫ് ഫേസസ് എത്രയാണ്? കോമ്പോണൻസ് എല്ലായിടത്തും 2 തന്നെ. നമുക്ക് എന്തുകൊണ്ടാണ്? PBSN. ഇനി ഫേസസ്, ഫേസിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? ഈ ഒരു പോയിന്റിൽ തന്നെ എല്ലും ആൽഫയും ബീറ്റയും എല്ലാം കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? കാര്യം എല്ല് എന്തായിട്ട് മാറുന്ന ആ സെയിം പോയിന്റിൽ തന്നെയാണ് ആൽഫ പ്ലസ് ബീറ്റ ആയിട്ട് ട്രാൻസ്ഫോം ആവുന്നത്. അപ്പൊ നമുക്ക് ഫേസസ് 3 ആണ്. ഒരു ലിക്വിഡും 2 ഡിഫറെന്റ് സോളിഡ്സും വരുന്നുണ്ട്. സോ ബൈ ഗിബ്സ് ഫേസ് റൂൾ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? സി മൈനസ് പി പ്ലസ് 1 ഓർ കോമ്പോണൻസ് എത്ര? 2 മൈനസ് 3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. കണ്ടോ? അപ്പൊ അവിടുത്തെ ഫ്രീഡം എത്രയാണ്? 0. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രീഡം 0 ആവുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻവേരിയന്റ് റിയാക്ഷൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നേരത്തെ നമ്മൾ ഓൾറെഡി എന്ത് നോക്കിയായിരുന്നു? ഇൻവേരിയന്റ് റിയാക്ഷൻസിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ബട്ട് അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാനില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ഇൻവേരിയന്റ് റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PBSN ഡയഗ്രത്തിൽ നമുക്ക് ഇതുപോലെ കോമ്പോണൻസും ഫേസസും ഇതെല്ലാം വരച്ച് നമുക്ക് ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇത് കോമ്പോണൻസ് 2 എണ്ണം ഉണ്ട്, ഫേസസ് ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇത് നമ്മൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ 0 വരും. അങ്ങനെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 വരുന്ന കേസസിലാണ് നമ്മൾ അതിനൊരു ഇൻവേരിയന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഇനി ഒരു കണ്ടീഷനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇൻ ആൻ ബൈനറി ഫേസ് ഡയഗ്രാം എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ ലൈൻ, എക്സ്റ്റെൻഡഡ് ഹൊറിസോണ്ടൽ ലൈൻ, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ, ഇത് നമ്മളിപ്പോ ടൈ ലൈൻ ഒന്നും വരയ്ക്കാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ഓൾവേസ് റെപ്രസെന്റ്സ് ആൻ ഇൻവേരിയന്റ് റിയാക്ഷൻ ഓർ എ ത്രീ ഫേസ് റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെ 3 ഫേസ് റിയാക്ഷൻ, ഇങ്ങനത്തെ ഹൊറിസോണ്ടൽ ലൈൻസ് എല്ലാം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒരു ഇൻവേരിയന്റ് റിയാക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗിബ്സ് ഫേസ് റൂൾ അപ്ലൈഡ് ടു എ PBSN ഡയഗ്രാം. അതിൽ നിന്ന് നമുക്ക് ഓരോരോ റീജിയണിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗിബ്സ് ഫേസ് റൂളിന്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ.